അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പരിശുദ്ധ റമളാൻ മാസം നമ്മിലേക്ക് വന്നെത്തിയിട്ടുണ്ട്. റമളാൻ നമ്മിലേക്ക് പ്രവേശിച്ചതിനേക്കാൾ കൂടുതൽ തീവ്രമായും തീക്ഷ്ണമായും റമളാനിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നതാണ് പ്രശ്നം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വ്യക്തമാക്കിയതുപോലെ മനുഷ്യനെ സൃഷ്ടിച്ചത് രണ്ടു തരം അസ്തിത്വങ്ങളുടെ സമന്വയമായിക്കൊണ്ടാണ്. ഒന്ന്, മനുഷ്യനെ സൃഷ്ടിച്ച മണ്ണ്, മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. ഖലഖഹു മിൻ തീൻ ഖലഖൽ ഇൻസാന മിൻ സ്വൽസാലിൻ കൽ ഫഖാർ എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ ആയത്തുകളിലൂടെ പരിശുദ്ധ ഖുർആൻ ഈ ആശയം നമുക്ക് മുമ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേപോലെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യനിൽ അള്ളാഹു അവൻ്റെ റൂഹിനെ ഊതുകയാണ്. അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലുള്ള റൂഹ് അവൻ ആ ഒരു മനുഷ്യൻ്റെ അസ്തിത്വത്തിനോട് ചേർത്ത് വെക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ രണ്ടു തരം അസ്തിത്വങ്ങളുടെ സമന്വയമാണ്. ഒന്ന് മണ്ണിൻ്റേതും മറ്റൊന്ന് ആത്മാവിൻ്റേതും. അപ്പോൾ സ്വാഭാവികമായും ഈ രണ്ട് ഗുണങ്ങളും, മണ്ണിൻ്റെ ഗുണങ്ങളും ആത്മാവിൻ്റെ ഗുണങ്ങളും മനുഷ്യനിലുണ്ടാകും. വിശപ്പ്, ദാഹം, അതേപോലെ ശരീരത്തിൻ്റെ വികാര വിചാരങ്ങളെല്ലാം തന്നെ മണ്ണിൻ്റെ ഗുണങ്ങളാണ്. ദയ, കരുണ, ആർദ്രത, അതേപോലെ ധാർമ്മിക ബോധം മുതലായവ മനുഷ്യൻ്റെ ആത്മാവിൻ്റെ ഗുണങ്ങളാണ്. ഇവിടെ നമ്മുടെ ശരീരത്തിൻ്റെ ഗുണങ്ങളെ അല്ലെങ്കിൽ മണ്ണിൻ്റെ ഗുണങ്ങളെ നമ്മൾ കൃത്യമായി നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ആത്മാവിനെ പരിശുദ്ധമാക്കാൻ കഴിയുകയുള്ളൂ. മണ്ണിൻ്റെ ഗുണങ്ങളെ അഥവാ ശരീരത്തിൻ്റെ വികാര വിചാരങ്ങളെ നമ്മൾ കടിഞ്ഞാണില്ലാതെ വിട്ടുകഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് മലീമസപ്പെടുകയായിരിക്കും ഫലം. ആത്മാവ് ശുദ്ധമായെങ്കിൽ മാത്രമേ നമുക്ക് വിജയം വരിക്കാൻ സാധിക്കുകയുള്ളൂ. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ എന്നാണ്. ആരാണോ അതിനെ പരിശുദ്ധമാക്കിയത് അവൻ വിജയിച്ചിരിക്കുന്നു, ആരാണോ അതിനെ മലീമസമാക്കിയത് അവൻ പരാജയമടഞ്ഞിരിക്കുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ശരീരത്തിൻ്റെ വികാര വിചാരങ്ങളെ, ദേഹേച്ഛകളെ, നമ്മുടെ ജഡികേച്ഛകളെ പരിപൂർണമായി കടിഞ്ഞാനിട്ട് കൊണ്ട് നമ്മുടെ വരുതിയിലാക്കാൻ പരിശ്രമിക്കണമെന്ന് പറയുന്നത്. അതിനുള്ള പ്രായോഗികമായൊരു പരിശീലനമാണ് റമളാനിലെ വ്രതാനുഷ്ഠാനം. ഈ വ്രതാനുഷ്ഠാനത്തിൻ്റെ ഫലമായി നമ്മൾ ശുദ്ധീകരിക്കപ്പെടുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ, ഒരു ലോഹം നമുക്കറിയാം, അത് മണ്ണിൽ നിന്ന് കുഴിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മണ്ണിൻ്റെ അംശങ്ങളെല്ലാം കളഞ്ഞുകൊണ്ട് അതിലെ അപദ്രവ്യങ്ങളെല്ലാം നീക്കിക്കൊണ്ട് നമ്മളതിനെ ശുദ്ധീകരിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് വീണ്ടും നമ്മളതിനെ മൂർച്ച കൂട്ടുകയാണ്. എന്തും വെട്ടിമുറിക്കാനുള്ള മൂർച്ച അതിനെത്തുകയാണ്. അതിനുശേഷം വീണ്ടും അതിൻ്റെ ഉറപ്പ് വർദ്ധിക്കുകയും അത് ഒരു പരിച പോലെ, അത് നമുക്ക് നേരെ വരുന്ന അക്രമങ്ങളെ പ്രതിരോധിക്കുവാനുള്ളൊരു പരിചയായി അത് മാറുകയാണ്. ഇതേപോലെയാണ് നമ്മുടെ വ്രതാനുഷ്ഠാനവും. നമ്മുടെ വ്രതാനുഷ്ഠാനത്തിൻ്റെ ഫലമായി നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ട് അവസാനം അസ്സൗമു ജുന്ന, നോമ്പ് എന്നത് ഒരു പരിചയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആ ഒരു അർത്ഥത്തിൽ നമ്മുടെ നോമ്പുകൾ പരിവർത്തിതമാകേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് പരിശുദ്ധ ഖുർആൻ ലക്ഷ്യം വെക്കുന്ന കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് നിങ്ങൾ തഖ്വയുള്ളവരായി തീരുവാൻ വേണ്ടിയാണ് എന്ന് ഖുർആൻ പറഞ്ഞ ആ തഖ്വയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. വിണ്ണിലുള്ളവൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, വിണ്ണിലുള്ളവനോടുള്ള വിധേയത്വത്തിൻ്റെ ഫലമായി നമ്മുടെ മണ്ണിൻ്റെ ആഗ്രഹങ്ങളെ കടിഞ്ഞാനിടുന്നതിൻ്റെ പേരാണ് വ്രതാനുഷ്ഠാനം. തീർച്ചയായും ജഡികേച്ഛകളോടുള്ള സമരമാണ് നമ്മുടെ റമളാൻ. ആ അർത്ഥത്തിൽ നമ്മൾ റമളാനിനെ കാണുകയും ആ റമളാനിൻ്റെ അർത്ഥവും യുക്തിയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ വ്രതാനുഷ്ഠാനം നിർവഹിക്കുകയും ചെയ്യുമ്പോഴാണ് അത് കൃത്യമായി അള്ളാഹുവിൽ സ്വീകരിക്കപ്പെടുന്ന ഒരു അമലായി മാറുന്നത്. ആ രൂപത്തിൽ യഥാർത്ഥമായ ഒരു വ്രതാനുഷ്ഠാനം നിർവഹിക്കുന്ന സദ്വൃത്തരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.